2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 140 സീറ്റുകളിൽ 100-ലധികം സീറ്റുകൾ ലക്ഷ്യമിട്ട് നിർണായക വിജയം ഉറപ്പാക്കാൻ രൂപകൽപ്പന ചെയ്ത യുഡിഎഫിന്റെ തന്ത്രപരമായ വലിയൊരു നീക്കമാണ് മിഷൻ 100 പ്രതിനിധീകരിക്കുന്നത്. വയനാട്ടിൽ നടന്ന ലക്ഷ്യ 226 നേതൃത്വ ഉച്ചകോടിയിൽ ഔദ്യോഗികമായി രൂപം നൽകിയ ഈ വലിയ ലക്ഷ്യം വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് 225 ഡിസംബറിൽ നടന്ന തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ മുന്നണി കാഴ്ചവെച്ച അപ്രതീക്ഷിത മുന്നേറ്റത്തോടുള്ള കണക്കുകൂട്ടിയുള്ള പ്രതികരണമാണ്. 500-അധികം ഗ്രാമപഞ്ചായത്തുകളുടെയും 7 ജില്ലാ പഞ്ചായത്തുകളുടെയും ഭരണം പിടിച്ചെടുത്തതോടെ LDF ഭരണകൂടത്തിന്റെ 2 ടേമുകളായുള്ള അജയ്യൻ എന്ന പ്രതിച്ഛായ ഒടുവിൽ തകർത്തുവെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യം വിശ്വസിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഈ ദൗത്യത്തിൽ പണയം വെച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സഖ്യത്തിന് കഴിയാതെ വന്നാൽ താൻ രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഈ തിരഞ്ഞെടുപ്പിനെ ഭരണമുന്നണിക്കെതിരെ എന്നതിലുപരി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്മേലുള്ള ഒരു ഹിതപരിശോധനയാക്കി മാറ്റിയിരിക്കുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും സ്ഫോടനാത്മകമായ ശബരിമല സ്വർണമോഷണ വിവാദവും കാരണം പാരമ്യത്തിലെത്തിയ ഭരണവിരുദ്ധ വികാരത്തെ ഏകോപിപ്പിക്കുക എന്നതാണ് മിഷൻ 100 തന്ത്രത്തിന്റെ കാതൽ. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPയിലേക്കും LDFിലേക്കും മാറിപ്പോയ ഭൂരിപക്ഷ ഹിന്ദു വോട്ടുകളെ തിരിച്ചുപിടിക്കാൻ UDF നേതൃത്വം ഈ പ്രത്യേക അഴിമതി ആരോപണത്തെ വിജയകരമായി ആയുധമാക്കിയിട്ടുണ്ട്. ഭരണപരമായ അഴിമതിക്കും ആചാരലംഘനങ്ങൾക്കുമെതിരായ വിശ്വസനീയമായ പ്രതിരോധം എന്ന നിലയിൽ കോൺഗ്രസിനെ ഉയർത്തിക്കാട്ടുന്നതിലൂടെ തിരുവനന്തപുരം പോലുള്ള തെക്കൻ ജില്ലകളിലെ BJPയുടെ വളർച്ച തടയാനും ഒപ്പം വൻ വിജയത്തിന് നിർണായകമായ നായർ, ഈഴവ വോട്ട് ബാങ്കുകളെ തിരിച്ചുപിടിക്കാനും UDF ലക്ഷ്യമിടുന്നു. CPMന്റെ കേഡർ ശൈലിയിലുള്ള കാര്യക്ഷമതയെ മാതൃകയാക്കി ബൂത്തു തലത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രചാരണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നിരുന്നാലും 100 സീറ്റുകളിലേക്കുള്ള പാതയ്ക്ക് മുന്നണി സമവാക്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സൂക്ഷ്മമായ പുനഃക്രമീകരണം ആവശ്യമാണ്. തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം കോട്ടയ്ക്കപ്പുറത്തേക്ക് തെക്കൻ ജില്ലകളിലേക്കും സ്വാധീനം വ്യാപിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾക്കായി ശക്തമായി വാദിക്കുന്നു. ഇത് UDFന്റെ ന്യൂനപക്ഷാടിത്തറ ഉറപ്പിക്കുന്നുണ്ടെങ്കിലും തന്ത്രപരമായ ഒരു ധർമ്മസങ്കടം സൃഷ്ടിക്കുന്നു. മധ്യ തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് ക്രിസ്ത്യൻ, ഹിന്ദു വോട്ടർമാരെ അകറ്റാൻ സാധ്യതയുണ്ട്. സാമുദായിക സന്തുലിതാവസ്ഥയിലെ തകർച്ചയെന്നാരോപിച്ച് LDF ഈ ദൗർബല്യം മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ്. അതേസമയം ജയസാധ്യതയുള്ള 17 സീറ്റുകൾ വേണമെന്ന യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യവും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്നു. മുതിർന്ന നേതാക്കളെ മാറിനിൽക്കാൻ പ്രേരിപ്പിച്ചില്ലെങ്കിൽ ഇത് ആഭ്യന്തര കലാപത്തിന് വഴിയൊരുക്കും. LDF മുന്നണിയിലെ അതൃപ്തരായ വിഭാഗങ്ങളെ ആകർഷിക്കുന്നതും കേരള കോൺഗ്രസ് M വിഭാഗവുമായി ചർച്ചകൾ നടത്തുന്നതും UDF കൂടാരം വികസിപ്പിക്കുന്നതിലെ മറ്റൊരു പ്രധാന ഘടകമാണ്. വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ തിരിച്ചെടുത്ത് അവിടെ ശക്തരായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്ന പ്രായോഗികമായ സീറ്റ് വച്ചുമാറലുകളും ഈ തന്ത്രത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്ത BJPയുടെ വളർച്ച കണക്കുകൂട്ടലുകളെ സങ്കീർണമാക്കുന്നു. കടുപ്പമേറിയ ത്രികോണ മത്സരത്തിൽ LDF വിരുദ്ധ വോട്ടുകൾ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഏകീകരിക്കുന്ന ടാക്ടിക്കൽ വോട്ടിങ്ങിനെ ആണ് UDFന്റെ മിഷൻ 100 പ്രധാനമായും ആശ്രയിക്കുന്നത്. A ഗ്രേഡ് മണ്ഡലങ്ങളിൽ ഭരണവിരുദ്ധ വോട്ടുകൾ BJP ഗണ്യമായി പിടിച്ചെടുക്കുകയാണെങ്കിൽ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമുണ്ടായിട്ടും UDFന്റെ വോട്ട് വിഹിതം ഭിന്നിക്കപ്പെടുകയും 100 സീറ്റുകളെന്ന ലക്ഷ്യം ഗണിതശാസ്ത്രപരമായി അപ്രാപ്യമാവുകയും ചെയ്തേക്കാം.